മോക്ക് ടെസ്റ്റ് വിന്നറിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ബുദ്ധിയുടെ ഘടനാ മാതൃകയിൽ ഉൽപ്പന്നങ്ങൾ എന്ന വിഭാഗത്തിൽ പെടാത്തത്. യൂണിറ്റ്, ക്ലാസസ്, കൊഗ്നിഷൻ, സിസ്റ്റംസ്. ആൻസർ കൊഗ്നിഷൻ. ശിശു കേന്ദ്രീകൃത വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാന തത്വങ്ങളാണ് അനുഭവത്തിലൂടെയുള്ള പഠനം, പ്രവൃത്തിയിലൂടെയുള്ള പഠനം, എയും ബിയും ഇതൊന്നുമല്ല. ആൻസർ എയും ബിയും. സംസ്ഥാന തലത്തിലുള്ള നിരവധി മത്സരങ്ങൾക്കായി ഒരു അധ്യാപകൻ പെൺകുട്ടികളെ മാത്രം തിരഞ്ഞെടുക്കുന്നു. ഇതൊരു പ്രായോഗിക സമീപനമാണ്, ജനാധിപത്യ സമീപനമാണ്, ലിംഗവിവേചനമാണ്, യാഥാർത്ഥ്യബോധമുള്ള സമീപനമാണ്. ആൻസർ ലിംഗവിവേചനമാണ്. പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട് പ്രാബല്യത്തിൽ വന്നത് 1996, 1986, 1976, 2006. ആൻസർ 2006. ഒരു കുട്ടിയെക്കുറിച്ചുള്ള ആഴത്തിലും പരപ്പിലുമുള്ള പഠനത്തിന് ഉപയോഗിക്കാവുന്ന രീതി ഏത്? ചോദ്യാവലി, അഭിമുഖം, കേസ് സ്റ്റഡി, സോഷ്യോമെട്രി. ആൻസർ കേസ് സ്റ്റഡി. പാവലോവിൻ്റെ പദാരണികാനുബന്ധ സിദ്ധാന്തത്തിൽ അനുബന്ധനത്തിന് മുമ്പ് പട്ടിക നൽകിയിരിക്കുന്ന മാംസം അറിയപ്പെട്ടിരുന്നത് അൺകണ്ടീഷൻ ചോദനം, കണ്ടീഷൻ്റെ പ്രതികരണം, കണ്ടീഷൻ്റെ ചോദനം, അൺകണ്ടീഷൻ പ്രതികരണം. ആൻസർ അൺകണ്ടീഷൻ ചോദകം. സർപ്പിള പാഠ്യപദ്ധതിയുടെ വക്താവ് ബ്രൂണർ, സ്കിന്നർ, വാട്സൺ, ഗാർഡ്നർ. ആൻസർ ബ്രൂണർ. കുട്ടികളുടെ വൈകാരിക വികസനവുമായി ബന്ധപ്പെട്ട ചാർട്ട് തയ്യാറാക്കിയത് ആര്? ഫ്ലേവൽ, കാതറിൻ ബ്രിഡ്ജസ്, ഡാനിയൽ ഗോൾമാൻ, ഗാർഡ്നർ. ആൻസർ കാതറിൻ ബ്രിഡ്ജസ്. ഗാർഡ്നറുടെ ബഹുമുഖ ബുദ്ധിയിൽ ഉൾപ്പെടാത്തത് പൊതുവായ ബുദ്ധി, സംഗീതപരമായ ബുദ്ധി, പ്രകൃതിപര ബുദ്ധി, ശാരീരികപരമായ ബുദ്ധി. ആൻസർ പൊതുവായ ബുദ്ധി. ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ ഇത് പ്രവർത്തിക്കുന്നത് സുഖതത്വം, യാഥാർത്ഥ്യബോധ തത്വം, സാൻമാർഗിക തത്വം, അസ്വാഭാവിക തത്വം. ആൻസർ സുഖതത്വം. കുട്ടികളുടെ പഠന പ്രശ്നങ്ങളും പഠന പോരായ്മകളും കണ്ടെത്തുവാനായി സ്വീകരിക്കാവുന്നത് പ്ലേസ്മെൻറ്റ് മൂല്യനിർണ്ണയം, ഡയഗ്നോസ്റ്റിക് മൂല്യനിർണ്ണയം, സമ്മേറ്റീവ് മൂല്യനിർണ്ണയം ഇതൊന്നുമല്ല. ആൻസർ ഡയഗ്നോസ്റ്റിക് മൂല്യനിർണ്ണയം. സാധാരണ വ്യക്തികളിൽ നിന്നും വ്യത്യസ്തമായി വായിക്കുവാനുള്ള കഴിവിൽ കാണപ്പെടുന്ന ചിരസ്ഥായിയായ പ്രയാസമാണ് ഡിസ്ഫേസിയ, ഡിസ്കാൽക്കുലിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്ലെക്സിയ. ആൻസർ ഡിസ്ലെക്സിയ. വികസനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന. വികസനം പാരമ്പര്യത്തിൻ്റെയും സാഹചര്യത്തിൻ്റെയും പരസ്പര തുകയാണ്. വികസനം തുടർച്ചയായതും ക്രമാനുഗതമായതുമാണ്. വികസനം സൂക്ഷ്മത്തിൽ നിന്ന് സ്ഥൂലത്തിലേക്ക് വികസനം പ്രവചിക്കുവാൻ സാധിക്കും. ആൻസർ
വികസനം സൂക്ഷ്മത്തിൽ നിന്നും സ്ഥൂലത്തിലേക്ക്. സമയാനുഗമായി പാരമ്പര്യവശാൽ ലഭിച്ച സാധ്യതകളുടെ പ്രകടിപ്പിക്കലാണ് അഭിപ്രേരണ, പരിപക്വനം, ആശയരൂപീകരണം, പഠനം. ആൻസർ പരിപക്വനം. മാസ്ലോയുടെ ആവശ്യ ശ്രേണിയിലെ ഏറ്റവും താഴെയുള്ള ആവശ്യം ഏത്? കോഗ്നിറ്റീവ്, ശരീരശാസ്ത്രപരമായത്, ബഹുമാനം, സുരക്ഷ. ആൻസർ ശരീരശാസ്ത്രപരമായത്. പുരോഗമന വിദ്യാഭ്യാസത്തിൻ്റെ വക്താക്കളുടെ അഭിപ്രായത്തിൽ കുട്ടികൾ പഠിക്കുന്നത് ഒറ്റപ്പെട്ട സാഹചര്യത്തിൽ, മത്സരത്തിലൂടെ, സമൂഹമായിട്ട്, ഇതൊന്നുമല്ല. ആൻസർ സമൂഹമായിട്ട്. വാചകവും അവാചികവുമായ ആശയവിനിമയവും അതോടൊപ്പം സാമൂഹ്യമായ ഇടപെടലിനെയും മോശമായി സ്വാധീനിക്കുന്ന വികാസ വൈകല്യം, സെറിബ്രൽ പൾസി, എപ്പിലെപ്സി, ഓട്ടിസം, ADHD. ആൻസർ ഓട്ടിസം. എന്താണോ അളക്കുവാൻ ഉദ്ദേശിക്കുന്നത് അതുതന്നെ അളക്കുകയാണെങ്കിൽ അത്തരം മൂല്യനിർണ്ണയം അറിയപ്പെടുന്നത് വിശ്വാസയോഗ്യമായത്, സാധുവായത്, വിശ്വാസയോഗ്യമല്ലാത്തത്, അസാധുവായത്. ആൻസർ സാധുവായത്. ഭാഷ ആർജിച്ചെടുക്കുവാനുള്ള സ്വതസിദ്ധമായ പ്രവണത തലച്ചോറിലുണ്ട് എന്ന് പറഞ്ഞതാര്? നോം ചോംസ്കി, വൈഗോട്സ്കി, പിയാഷെ, ബ്രൂണർ. ആൻസർ നോം ചോംസ്കി. 8 വയസ്സ് പ്രായമുള്ള അമ്മുവിന് വസ്തുക്കളെ അവയുടെ വലിപ്പത്തിൽ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുവാനാകും. പിയാഷെയുടെ അഭിപ്രായത്തിൽ അമ്മുവിനുള്ള കഴിവാണ് സ്ഥിരത, ശ്രേണീകരണം, സന്തുലീകരണം, റിവേഴ്സിബിലിറ്റി. ആൻസർ ശ്രേണീകരണം. പെഡഗോഗി എന്നത് എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? സ്കൂൾ, വിദ്യാഭ്യാസം, കുട്ടി, അധ്യാപന രീതി. ആൻസർ അധ്യാപന രീതി. കുട്ടിയെക്കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന. അവർ പ്രശ്ന നിർദ്ധാരകരാണ്, ചുറ്റുപാടിനെക്കുറിച്ച് സൂക്ഷ്മ നിരീക്ഷണം നടത്തുന്നവരാണ്, അവർ അന്വേഷണ ത്വരയുള്ളവരാണ്, അവർ നിഷ്ക്രിയരായ പഠിതാക്കളാണ്. ആൻസർ അവർ നിഷ്ക്രിയരായ പഠിതാക്കളാണ്. കോൾബർഗിൻ്റെ സാൻമാർഗിക വികസന ഘട്ടത്തിൽ ശിക്ഷയും അനുസരണവും എന്നുള്ളത് ഏത് ഘട്ടത്തിലാണ്? മൂർത്ത മനോവ്യാപാര ഘട്ടം, യാഥാസ്ഥിതികാനന്ദ സദാചാരതലം, പ്രാഗ് യാഥാസ്ഥിതിക സദാചാരതലം, യാഥാസ്ഥിതിക സദാചാരതലം. ആൻസർ പ്രാഗ് യാഥാസ്ഥിതിക സദാചാരതലം. താഴെ പറയുന്നവയിൽ പ്രതിഭാശാലികളായ കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങൾ. പ്രത്യേക ആവശ്യങ്ങൾക്ക് വിഘ്നം സംഭവിക്കുന്നത്, അധ്യാപകർ മനസ്സിലാക്കാത്തതുകൊണ്ടുള്ള പ്രശ്നം, വെല്ലുവിളികളില്ലാത്ത ക്ലാസ് റൂം പ്രവർത്തനങ്ങൾ, മുകളിൽ പറഞ്ഞവയെല്ലാം. ആൻസർ മുകളിൽ പറഞ്ഞവയെല്ലാം. സമായോജന വ്യക്തിത്വങ്ങളുടെ സ്വഭാവം അല്ലാത്തത്. അവർ അവരുടെ കഴിവുകളും കഴിവുകേടുകളും തിരിച്ചറിയാനാകും. അപര്യാപ്തമായ ആഗ്രഹങ്ങളായിരിക്കും. പ്രാഥമിക ആവശ്യങ്ങൾക്ക് നിറവേറിയിട്ടുണ്ടാവും. വിമർശനാത്മകവും കുറ്റം കണ്ടെത്തുന്നതുമായ മനോഭാവം ഉണ്ടാവില്ല. ആൻസർ അപര്യാപ്തമായ ആഗ്രഹങ്ങളായിരിക്കും. മുറിഞ്ഞ വരകൾ ചേർന്ന് ഒരു വീട് പോലെ തോന്നുന്നു.
ഗസ്റ്റാൾട്ട് മനഃസിദ്ധാന്തത്തിൻ്റെ ഏതു തത്വപ്രകാരമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? പൂർണ്ണതാ നിയമം, സാമീപ്യ നിയമം, സാമ്യതാ നിയമം, തുടർച്ചാ നിയമം. ആൻസർ പൂർണ്ണത നിയമം. താഴെ പറയുന്നവയിൽ പ്രതിഭാധനായ കുട്ടി ഏത്? അസൈൻമെൻറ്റുകൾ അമൃതയ്ക്ക് ബുദ്ധിമുട്ടാണ്, ജ്യോതിക്ക് പഠിക്കാനുള്ള അഭിപ്രേരണ കുറവാണ്, നന്നായി പഠിക്കുവാനും എന്ന വിശ്വാസം മഞ്ജുവിനില്ല, പെട്ടെന്നു കാര്യങ്ങൾ ഗ്രഹിക്കുന്ന ആളാണ് അമ്മു. ആൻസർ പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രഹിക്കുന്ന ആളാണ് അമ്മു. പരികൽപ്പന രൂപീകരണം, പ്രശ്നം തിരിച്ചറിയൽ, വിവരശേഖരണം, നിഗമനത്തിൽ എത്തിച്ചേരൽ. പ്രശ്നപരിഹരണത്തിലെ ഘട്ടങ്ങളെ ക്രമമായി രേഖപ്പെടുത്തുക. ഓപ്ഷൻ എ സി ഡി ബി എ, ഓപ്ഷൻ ബി ബി ഡി സി എ, ഓപ്ഷൻ സി ബി സി എ ഡി, ഓപ്ഷൻ ഡി ബി എ സി ഡി. ആൻസർ ബി എ സി ഡി. ശൈശവഘട്ടത്തിൽ കുട്ടികൾ കരയുമ്പോൾ ശരീരം മുഴുവൻ ആ പ്രക്രിയയിൽ പങ്കുചേരുന്നു. അവർ വളരുന്നതിനനുസരിച്ച് കരച്ചിലിൽ ചില അവയവങ്ങളിൽ മാത്രം ഒതുങ്ങുന്നു. ഏത് വികസന സിദ്ധാന്തമാണ് ഇവിടെ പ്രകടമാകുന്നത്? വികസനം പ്രവചനാന്യമാണ്. വികസനം സാമാന്യത്തിൽ നിന്ന് സവിശേഷത്തിലേക്ക് സഞ്ചിത സ്വഭാവത്തോടു കൂടിയതാണ്. ആൻസർ വികസനം സഞ്ചിത സ്വഭാവത്തോടു കൂടിയത്. കുട്ടികളുടെ പഠന പുരോഗതി നിരീക്ഷിക്കുവാനായി ഒരു അധ്യാപകൻ എന്ന നിലയിൽ നിങ്ങൾ ഏത് മൂല്യനിർണ്ണയ രീതിയാണ് സ്വീകരിക്കുക? സമ്മേറ്റീവ് മൂല്യനിർണ്ണയം, ഡയഗ്നോസ്റ്റിക് മൂല്യനിർണ്ണയം, പ്ലേസ്മെൻറ്റ് മൂല്യനിർണ്ണയം, ഫോർമേറ്റീവ് മൂല്യനിർണ്ണയം. ആൻസർ ഫോർമേറ്റീവ് മൂല്യനിർണ്ണയം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.